നേര്യമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിനും ബസ്സിനും മുകളിലേക്ക് വൻമരം കടപുഴകി വീണ് ഒരാൾ മരിച്ചു. കാറിലുണ്ടായിരുന്ന രാജകുമാരി മുരിക്കിൻതൊട്ടി സ്വദേശി ജോസഫാണ് മരിച്ചത്. കാർ പൂർണ്ണമായും തകർന്നു. കെഎസ്ആർടിസി ബസിന്റെ ഒരു ഭാഗവും തകർന്നു. യാത്രക്കാർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ടാൽസൺ പി മാത്യു ചേരുന്നു. ടാൽസൺ, കാറിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെ സ്ഥിതി ഏത് തരത്തിലാണ്? ഒപ്പം ബസ് യാത്രക്കാരുടെ പരിക്ക് ഏത് തരത്തിലാണ്? ഇതെപ്പോഴായിരുന്നു സംഭവം? അപർണ, ഇന്ന് ഉച്ച കഴിഞ്ഞാണ് നേര്യമംഗലത്ത് വാഹനത്തിന് മുകളിലേക്ക് കൂറ്റൻ മരം വീണ് ഒരാൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത്. തങ്കമണി പാണ്ടിപ്പാറ സ്വദേശി കുപ്പമരയിൽ ജോസഫാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ അന്നക്കുട്ടി, മകൾ അഞ്ചുമോൾ, മരുമകൻ രാജകുമാരി സ്വദേശി പാലമലയിൽ ജോബി എന്നിവരെ പരിക്കുകളോടെ കോതമംഗലം ബസേലിയസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജോസഫിന്റെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് 2:30 മണിയോടെ ശക്തമായ മഴയും കാറ്റിലുമാണ് മരം കടപുഴകിയത്. ബസിന് മുകളിലേക്കും മരം വീണെങ്കിലും ആർക്കും കാര്യമായ പരിക്കുണ്ടായിട്ടില്ല. ഇതാണ് ഇവിടെ ഉണ്ടായത്. റൈറ്റ്, ടാൽസൺ പി മാത്യു വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കരയിൽ ശക്തമായ കാറ്റിൽ മരം വീണ് വൃദ്ധമാതാവിനും മകൾക്കും പരിക്കേറ്റു. തൃക്കണമംഗൽ സ്വദേശിനി, കിടപ്പുരോഗിയായ ശോശാമ, മകൾ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാറ്റിൽ വീടിന് മുകളിൽ മരം വീണതോടെയാണ് ഇരുവർക്കും പരിക്ക് പറ്റി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് വൈകിട്ട് 3:30 ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയത്തും നിരവധി വീടുകൾക്കും വൈദ്യുതി പോസ്റ്റുകളും തകരാറിലായി. കൊട്ടാരക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്.